ലാംഗ്വേജിൽ ബിൽറ്റ് ഇൻ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതായത് മെയിനായിട്ട് രണ്ടായിട്ട് നമുക്ക് ഫങ്ഷൻസിന് തിരിക്കാം. അതായത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസും അതുപോലെ കസ്റ്റമായിട്ട് നമ്മൾ എഴുതുന്ന ഫങ്ഷൻസും. അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൽ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അത് നമുക്ക് പല കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ഫങ്ഷൻ അറിയാം അല്ലേ. ഇപ്പോൾ എല്ലാ ഫങ്ഷനും പൊതുവെ ഈ ഒരു പരാന്തസിസ് പോലത്തെ ആ ഒരു ഇതായിരിക്കും അതിൻ്റെ ഒരു നൊട്ടേഷനിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വാല്യൂസ് ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും വേരിയബിൾ പാസ് ചെയ്തിട്ട് ആ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന എക്സാമ്പിളിലെല്ലാം അതുപോലെ ഡയറക്റ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതും വേരിയബിളിൽ സ്റ്റോർ ചെയ്ത വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ നമ്മൾ എളുപ്പം പഠിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ടൈപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാനായിട്ട്, ഒരു വാല്യൂവിൻ്റെ ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. പിന്നെയുള്ള ഒരു ഫംഗ്ഷൻ len എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. അത് ഇതിൻ്റെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് തരുന്നത്. അപ്പോൾ len ഫംഗ്ഷൻ നമുക്ക് ലിസ്റ്റിലും ടപ്പിളിലും സ്ട്രിങ്ങിലും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് വരിക. നമുക്കത് വേണമെങ്കിൽ റേഞ്ചിലും അപ്ലൈ ചെയ്യാം. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും len ഫംഗ്ഷൻ ലെങ്തിന് നമുക്ക് തരുന്ന ഫംഗ്ഷൻ തരുന്നത്. അതുപോലെ നമുക്ക് വേറൊരു കാറ്റഗറി വരുന്നതാണ് ടൈപ്പ് കൺവേർഷൻ ചെയ്യാനായിട്ട്. അതായത് ഡേറ്റ ടൈപ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 10 എന്ന് പറഞ്ഞൊരു സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് a എന്ന് പറയുന്ന വേരിയബിളിൽ. പക്ഷേ എനിക്കിതിനെ ഇൻറ്റിജറിലോട്ടോ അല്ലെങ്കിൽ ഫ്ലോട്ടിലോട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതായത് ഇൻറ്റ് ഫ്ലോട്ട് പോലുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ഞാനിവിടെ ഡേറ്റ ടൈപ്പ് ഓഫ് a ചെക്ക് ചെയ്താൽ എനിക്ക് സ്ട്രിങ് എന്നായിരിക്കും കിട്ടുക. നേരെ മറിച്ച് ഞാനതിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇൻറ്റ് ഓഫ് a എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ അതിനെ ഇൻറ്റിജറാക്കി മാറ്റിയിട്ട് ഞാനത് വേറൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ വേരിയബിൾ ഞാൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻറ്റിജർ എന്ന് പറഞ്ഞ് കിട്ടും. സോ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ വരുന്നത് ആക്ച്വലി അത് സ്ട്രിങ് എന്നുള്ളത് മാറിയിട്ട് ഇൻറ്റിജറായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ എയിൽ 10 എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. ബിയിൽ അതിനെ ഇൻറ്റിജറാക്കി മാറ്റിയ ശേഷം നമ്മളതിൻ്റെ അത് ചെക്ക് ചെയ്യുന്നു, ടൈപ്പ് ഓഫ് ബി. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഡയറക്റ്റ്ലി ബി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 10 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിപ്പം സ്ട്രിങ് ഡയറക്റ്റ് സ്ട്രിങ് ആണ് എയ്ക്കകത്തുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതുപോലെ ടെർമിനലിൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കോഡ്സിൻ്റെ ഇടയിൽ അത് കിട്ടുന്നത്. നേരെ മറിച്ച് ഇവിടെ ഞാൻ ബി അതുപോലെ കൊടുത്തപ്പോൾ ഡയറക്റ്റ് 10 എന്ന് പറഞ്ഞ് കിട്ടി. ടൈപ്പ് സ്പെസിഫിക്കലി അറിയാനായിട്ട് എനിക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാം. അതുപോലെ അതിനെ ഫ്ലോട്ടാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് 10.0 എന്ന് പറഞ്ഞായിരിക്കും, കാരണം ഡെസിമൽ പാർട്ട് ഇല്ല. അപ്പോൾ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇപ്പം ഈ രീതിയിൽ കിടക്കുന്ന ഇതിനെ നമുക്ക് സ്ട്രിങ് തിരിച്ചാക്കാൻ പറ്റുമെന്ന് നോക്കാം. str എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ ഡോട്ട് ഉൾപ്പെടെ അതൊരു സ്ട്രിങ്ങായി മാറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. 1 0 ഡോട്ട് ദെൻ 0. അപ്പോൾ ഞാൻ len ഓഫ് ബി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക 4 ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. len ഓഫ് str ഓഫ് ബി. സോ കൺവേർട്ട് ചെയ്തിട്ട് ഞാനിത് വേറെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ടൈപ്പ് കൺവേർഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്ട്രിങ്ങിൽ നിന്ന് ഫ്ലോട്ടിലോട്ട്, ഫ്ലോട്ടിൽ നിന്ന് സ്ട്രിങ്ങിലോട്ട്, ഇൻറ്റിജറിൽ നിന്ന് ഫ്ലോട്ടിലോട്ട്, ഇൻറ്റിജറിൽ നിന്ന് സ്ട്രിങ്ങിലോട്ട്, സ്ട്രിങ്ങിൽ നിന്ന് ഇൻറ്റിജറിലോട്ട്, ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇതുപോലെല്ലാം നമുക്ക് വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ബൂളിയം എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ഇതിൻ്റെ അത് നമ്മൾ 0 അല്ലാതെ എന്ത് വാല്യൂ കൊടുത്താലും നമുക്കതിന് ട്രൂ ആയിരിക്കും കിട്ടുക. 0 കൊടുത്താൽ മാത്രം ഫോൾസ് കിട്ടും. -1 കൊടുത്താലും നമുക്ക് ട്രൂ എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമുക്കിപ്പോൾ ഇതുപോലൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റാക്കി മാറ്റാം. ഇപ്പോൾ ലിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ലിസ്റ്റ് എലമെൻ്റ് ആയിട്ട് മാറി. ഓക്കെ, അതുപോലെ ഇൻറ്റിജർ ടു ഫ്ലോട്ട്, സ്ട്രിങ് ടു ഇൻറ്റിജർ,
സ്ട്രിങ് ടു ഫ്ലോട്ട്, നേരെ ഇൻറ്റിജർ ടു സ്ട്രിങ്, ഇൻറ്റിജർ ടു ബൂളിയൻ, ലിസ്റ്റ് ടു സ്ട്രിങ്, അതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള എല്ലാ കൺവേർഷനും നമുക്ക് ആ ഒരു ടൈപ്പ് കൺവേർഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ പേര് തന്നെയാണ് മോസ്റ്റ്ലി ആ ഫംഗ്ഷൻ്റെ പേരും വരിക. നമുക്ക് പല കൺവേർഷൻസും പോസിബിളാണ്. ഇതെല്ലാം നമുക്ക് പല കോഡിങ് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോഡിങ് റിക്വയർമെൻറ്റ് വരുമ്പം എളുപ്പം നമുക്ക് നമ്മുടെ സൊല്യൂഷനിലോട്ട് എത്താനായിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില ഫങ്ഷൻസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് 987654321 ഓക്കെ, ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കുക, A=2. ഇതിനെ എനിക്ക് നേരെ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഇതൊരു ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ എലമെൻ്റായിട്ട് നമുക്ക് യൂഷ്വലി നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ എലമെൻ്റായിട്ട് മോഡുലസ് ഓപ്പറേഷനൊക്കെ വെച്ച് എടുത്ത ശേഷം തിരിച്ച് ചെയ്യാം. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് പൈത്തണിൽ അത് ചെയ്യാൻ പറ്റും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിനെ സ്ട്രിങ് ആക്കി മാറ്റുക. അപ്പം str ഓഫ് a വിളിച്ച് കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയി മാറും. ഈ സ്ട്രിങ്ങിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ റിവേഴ്സ് ഇൻഡെക്സിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. അതിനുശേഷം അതിനെ വീണ്ടും തിരിച്ച് ഇൻറ്റിജറാക്കി മാറ്റാനായിട്ട് നമുക്കൊരു ഇൻറ്റിജർ ഫംഗ്ഷൻ ഇവിടെ കൊടുക്കാം. ഇപ്പം ഈ രീതിയിൽ കൊടുത്തിട്ട് അതിനെ ബിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഡിജിറ്റ് റിവേഴ്സ് ചെയ്ത് കിട്ടും. നമുക്ക് എക്കകത്തും ബിക്കകത്തും എന്താ ഉള്ളതെന്ന് നോക്കാം. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ ലൈനിൽ തന്നെ നമ്മളതിൻ്റെ കൺവേർഷൻ മൊത്തവും എടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലൈക്ക് സ്ട്രിങ് റിവേഴ്സലോ അല്ലെങ്കിൽ ഡിജിറ്റിൻ്റെ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്യുന്നതോ പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കകത്ത് ഈ പറഞ്ഞ ഡിജിറ്റ് ഉണ്ട് 9876 up to 1 വരെ. str ഓഫ് a കൊടുക്കുമ്പോൾ നമുക്ക് അത് സ്ട്രിങ് ആക്കി കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം str ഓഫ് a ഞാൻ കൊടുത്ത് ബാക്കി കമൻറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ അത് സ്ട്രിങ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അത് ഞാൻ വേണമെങ്കിൽ b എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ടൈപ്പ് കൂടെ ചെക്ക് ചെയ്താൽ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. അത് സ്ട്രിങ് ആണെന്നാണ് പറയുന്നത്. ഇനി അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് ബി ഓഫ് ഈ പറയുന്ന ഇൻഡെക്സിങ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കുന്നു. അതുപോലെ സ്റ്റെപ്പ് വാല്യൂ നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നേരെ തിരിച്ചുള്ള സ്ട്രിങ് കിട്ടും. അതായത് ഇപ്പോൾ ഇത് സ്ട്രിങ് തന്നെയാണ്. ഇനി ഇതിനെ വീണ്ടും ഇൻറ്റിജർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് വാലിഡ് ആയിട്ടുള്ളൊരു കൺവേർഷൻ പോസിബിളാണ്. അതുകൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്ത് കിട്ടും. അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വേറെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാനായിട്ട് വളരെയധികം നമുക്ക് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും അതുപോലെ ടൈപ്പ് കൺവേർഷൻ ഫംഗ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിൽ പല ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ടൈപ്പ് കൺവേർഷൻ കാറ്റഗറിയിൽ വരുന്നതെല്ലാം നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ക്വിക്കായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നമുക്കിപ്പം ഇതുപോലൊരു ഇതുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഫ്രാക്ഷണൽ വാല്യൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫ്രാക്ഷൻ പാർട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി ഇതിനെ സ്ട്രിങ് ആക്കി മാറ്റുക. എന്നിട്ട് സ്പ്ലിറ്റ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം. കാരണം ഡോട്ടിന് ശേഷം വരുന്നതാണ് നമ്മുടെ ഫ്രാക്ഷണൽ വാല്യൂ. സോ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പം ഈ 124ഉം 909 രണ്ട് പാർട്ടാവും. അതുപോലെ രണ്ട് ലിസ്റ്റ് ഓഫ് വാല്യൂസായി മാറും ഇത് രണ്ടും. എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാരാമീറ്ററായിട്ട് വരുന്നത് ഏതായിരിക്കും? ആദ്യത്തെ 0th ഇൻഡെക്സിൽ 124ഉം ഫസ്റ്റ് ഇൻഡെക്സിൽ 909ഉം ആയിരിക്കും. അപ്പോൾ ഇത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 909 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ട് തന്നെ കിട്ടും. ഇനി അതിനെ ഫുൾ ഇൻറ്റിജർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റിജർ ഫംഗ്ഷൻ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാനായിട്ടും നമുക്ക് ഇത് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കോഡിങ് സിംഗിൾ ലൈനിൽ തന്നെ പല കാര്യങ്ങളും തീർക്കാൻ സാധിക്കും.